വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ആദ്യമായി വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സ് വിത്ത് GST എന്ന സബ്ജക്റ്റിലെ കമ്പോണൻസ് ഓഫ് GST കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കമ്പോണൻസ് ഓഫ് GST, ദാറ്റ് മീൻസ് ടൈപ്സ് ഓഫ് GST. GST can be subdivided into 4 types. That is first SGST. In the full form, State Goods and Services Tax. Number 2, CGST, Central Goods and Services Tax. Next, IGST, Integrated Goods and Services Tax. Next, UTGST, Union Territories ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇതിൽ ഓരോന്നിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എക്സാം എപ്പോഴും ഇതിലേതെങ്കിലും 1-2 ചോദിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് ഷുവറായി ചോദിക്കുന്ന പാർട്ടാണ്. SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. എന്താണ് നമുക്ക് നോക്കാം. ടാക്സ് കളക്റ്റഡ് ആസ് SGST will be the income of the state government. When GST is introduced, state taxes with VAT, entertainment expense, luxury tax, entry tax, etc. will comes under SGST. എന്താന്ന് നോക്കാം. SGST കളക്ട് ചെയ്യുന്ന ടാക്സുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. ഇതിൽ വരുന്ന കാറ്റഗറീസാണ് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഡയറക്റ്റ് ടാക്സിൽ പഠിച്ച പാർട്ടാണ്. നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, ഇതൊക്കെയാണിത് നമുക്ക് എന്നിവയാണിത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ് എന്നിവ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന ടാക്സുകളാണ്. ഇതാണിത് CGST എന്ന് പറയുക. അപ്പോൾ CGST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ട് ചെയ്യുന്ന ടാക്സുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. ഇതിൽ വരുന്ന കാറ്റഗറീസാണ് നമ്മൾ പറഞ്ഞ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്. ഇനി സെക്കൻഡ് ടൈപ്പിലേക്ക് പോകുന്നു. സെക്കൻഡ് ടൈപ്പ് CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ടാക്സ് കളക്റ്റഡ് അണ്ടർ GST, that means CGST will be the revenue for the central government. At present, the taxes collected by the central government are central excise duty, additional excise duty, special excise duty, central sales tax, etc. Now all this comes under GST. അപ്പോൾ എന്താണെന്ന് നോക്കാം CGST കുറിച്ച്. CGST കളക്ട് ചെയ്യുന്ന ടാക്സുകൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. ഇതിൽ വരുന്ന കാറ്റഗറീസാണ് വരുന്നത്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി വരുന്നത്, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഇതൊക്കെ എന്താണ്? ഇതിൽ നിന്നൊക്കെ വരുന്ന ടാക്സുകൾ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. ഇതാണ് CGST എന്നുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. തേർഡ് കാറ്റഗറിയാണത് IGST, ഇൻറ്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Tax collected through IGST is shared by the central and state government. The government fixes the rate of share. IGST is applicable on transfer of goods from one state to another state. IGST also covers import of goods and services. അപ്പോൾ IGST എന്താണെന്ന് നോക്കാം. IGST കളക്ട് ചെയ്യുന്ന ടാക്സുകൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഷെയർ റേറ്റ് ഫിക്സ് ആയിരിക്കും. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് IGS എന്ന കാറ്റഗറി ഉൾപ്പെടുന്നത്. ഇതിനെയാണ് എന്താ പറയുക, IGST എന്നുകൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുക. ഫോർത്ത് കാറ്റഗറി, ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്, ദാറ്റ് ഈസ് കളക്റ്റഡ് വെൻ ഇൻട്രാ സ്റ്റേറ്റ് ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈഡ് എലോങ് വിത്ത് ടാക്സ് ചാർജ്ഡ് ആസ് അണ്ടർ CGST ആക്ട്. CGS ആക്ട് പ്രകാരം എന്താണെന്ന് നോക്കാം ടാക്സ് ചാർജ് ചെയ്യുന്നത്. യൂണിയൻ ടെറിട്ടറിയിൽ വരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ മേൽ ലെവി ചുമത്തുന്ന എന്ത് പറയുന്നത് UTGST എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറിയുടെ കീഴിൽ വരുന്ന
ടാക്സ് ചാർജ് ചെയ്യുന്നതിനാണ് UTGST. യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പോലുള്ള സ്റ്റേറ്റുകളിൽ വരുന്ന ടാക്സാണെന്ന് പറയുന്നത്. ആ ഏരിയയിലുള്ള വരുന്ന വ്യക്തികൾക്ക് വരുന്ന ടാക്സാണെന്ന് പറയുന്നത് UTGST എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് GST കൗൺസിൽ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് GST കൗൺസിലിനെ കുറിച്ച്. എന്താണെന്ന് നോക്കാം. The CGST and SGST would be levied at rates to be jointly decided by the central and states. The rates would be notified on the recommendations of the GST Council. എന്താന്ന് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ജോയിൻ്റ് ആയിട്ട് CGST SGST റേഷ്യയിൽ എത്രയാണെന്ന് ലെവി ചെയ്യേണ്ടതിന് ഡിസൈഡ് ചെയ്യുന്നത്. GST കൗൺസിലിൻ്റെ ശുപാർശകൾ ഈ റേറ്റുകളും നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാകും. ഇതാണിത് GST കൗൺസിൽ എന്ന് കൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ആ CGSTയും SGSTന് റേറ്റുകൾ എത്രയാണെന്നാണത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും ജോയിൻ്റ് ആയിട്ടായിരിക്കും അവർ ഡിസൈഡ്. അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന ലെവി ചുമത്തുകയാണ് ചെയ്യുന്നത്. GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനിൽ ഈ റൈറ്റുകളും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ എന്താ ചെയ്തിട്ടുണ്ടാകുമെന്നാണിത് GST കൗൺസിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുക. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ. GST കൗൺസിലിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ടാക്സസ്, സെസ് and surcharges levied by the central, the states and local bodies which may be subsumed under GST. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ബോഡീസ് ചുമത്തി ഏതൊക്കെ ടാക്സുകളാണ്, സെസ് ഏതാണ്, സർചാർജാണ് GSTയിൽ നമ്മൾ എന്ത് ചെയ്യുക, GSTയിൽ നമ്മൾ ലയിപ്പിക്കേണ്ടത് എന്നത്തെ സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ബോഡീസ് ചുമത്തുന്ന ഏതൊക്കെ ടാക്സസ് ആണ്, സെസ്, സർചാർജാണ് GST ലഭിക്കേണ്ടത് എന്ന് സെൻട്രലും സ്റ്റേറ്റും റെക്കമെൻഡ് ചെയ്യുന്ന GST കൗൺസിലാണിത്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. സെക്കൻഡ് പോയിന്റ് നോക്കുക. The goods and services that may be subject to or exempted from the GST. GST ചുമത്തേണ്ടതും അതുപോലെ എക്സ്പെൻഡ് ഒഴിവാക്കേണ്ടതും ഏതൊക്കെയാണെന്ന് ഗുഡ്സ് ആൻഡ് സർവീസുമാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നതും GST കൗൺസിലാണ്. തേർഡ് പോയിന്റ്, എനി സ്പെഷ്യൽ റൈറ്റ് ഓർ റൈറ്റ്സ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ടു റൈസ് അഡീഷണൽ റിസോഴ്സസ് ഡ്യൂറിങ് എനി ഡിസാസ്റ്റർ. പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മറ്റാപത്തുകളോ ഉണ്ടാകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ അഡീഷണൽ റിസോഴ്സസ് റൈസ് ചെയ്തെടുക്കുന്നതാണെന്ന് പറയുന്ന GST കൗൺസിൽ ചെയ്യുന്നത്. നമ്പർ 4, the rates including floor rates with bands of GST. തടവറയും GST ബാൻഡുകൾ ഉൾപ്പെടുന്നതാണെന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ് നമുക്ക് പറയാം. GSTയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഈ റേറ്റ്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, തടവറയും GST ബാൻഡുകൾ ഉൾപ്പെടുന്ന ഒരു റേറ്റ് ആണെന്ന് പറയുന്നത് GST കൗൺസിലിൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷനെ നമുക്ക് പറയാൻ സാധിക്കാം. ലാസ്റ്റ് വൺ, മോഡൽ GST ലോസ്, പ്രിൻസിപ്പിൾസ് ലെവി ആൻഡ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഗവേൺ ദി പ്രൈസ് ഓഫ് സപ്ലൈ. GST ലോസ് മോഡൽ, ലെവിയുടെ പ്രിൻസിപ്പിൾ, സപ്ലൈ, പ്ലേസ് എന്നിവ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് GSTയിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതും എന്താണ് GSTയുടെ ഫങ്ഷൻസായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് GST കൗൺസിൽ എന്താണ്, GST കൗൺസിലിങ്ങിൻ്റെ ഫങ്ഷൻസ്. ഇത്രയുമാണ് നമ്മൾ ഇതിൽ നോട്ട് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 മാർക്കിന് ചോദിക്കുന്ന 3 ടൈപ്പാണുള്ള, അതിലേതെങ്കിലും ഒരെണ്ണം ഷുവറായി ചോദിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം സപ്ലൈ എന്താണെന്ന്. സപ്ലൈ ഫോർ GST സപ്ലൈ എന്താണെന്ന് നോക്കാം. It includes all form of goods and services or both, such as sales, transfer, exchange, barter, license, rental, lease, etc. അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ്? ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ ഓൾ ഫോമിനെയാണ്, അല്ലെങ്കിൽ അല്ലാത്ത കാറ്റഗറി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്,
സപ്ലൈ എന്ന് പറയുക. ഒന്നെങ്കിൽ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എല്ലാ ഫോമും അല്ലാതുമാകുക അല്ലേ. GSTയുമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലാത്ത എല്ലാ കാറ്റഗറിയും ഇടുന്നത് എന്നാണ് എന്ത് പറയുന്നത് സപ്ലൈ എന്ന് പറയാം. അതിന് എക്സാമ്പിളായി നമുക്ക് പറയാം സെയിൽസ് അല്ലേ, ട്രാൻസ്ഫർ, എക്സ്ചേഞ്ച്, ബാർട്ടർ സിസ്റ്റമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഒരു സാധനം മറ്റൊരു സാധനം കൈമാറ്റം ചെയ്യുന്നത്. ലൈസൻസ്, റെൻ്റൽ, ലീസ് എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കുന്നതൊക്കെ. ഇത്രയുമാണ് സപ്ലൈ എന്ന മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സപ്ലൈയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോക്കാം. ഫസ്റ്റ്, സപ്ലൈ ഷുഡ് ബി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് പറയുന്ന സപ്ലൈയുടെ ഫസ്റ്റ് മെറിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഗുഡ്സും സർവീസും വരുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, സപ്ലൈ ഷുഡ് ബി ടാക്സിബിൾ. നമ്മൾ സപ്ലൈ ചെയ്യുന്നതിനെല്ലാം ടാക്സിബിൾ ആയിരിക്കാം. തേർഡ് പോയിന്റ്, സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സിബിൾ പേഴ്സൺ ആയിരിക്കും സപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് ഓർ റിവാർഡ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ക്യാഷ് അല്ലെങ്കിൽ റിവാർഡ് നേടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സപ്ലൈക്ക് ഉള്ളത്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് സപ്ലൈ അണ്ടർ GSTയിൽ സപ്ലൈയുടെ കമ്പോണൻസ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ടൈം ഓഫ് സപ്ലൈ. സെക്കൻഡ് പോയിന്റ്, പ്ലേസ് ഓഫ് സപ്ലൈ. തേർഡ് പോയിന്റ്, വാല്യൂ സപ്ലൈ. ഇതിലേതെങ്കിലും ഒരെണ്ണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് കാണാം 3 മാർക്കിൻ്റെ. അപ്പോൾ ഇത് മൂന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് ഏതെങ്കിലും ഒരെണ്ണമാണ് ചോദിക്കുന്നത്. 3 മാർക്ക് സ്കോർ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, ടൈം ഓഫ് സപ്ലൈ നോക്കാം. ടൈം ഓഫ് സപ്ലൈ ഫോർ GST. ടൈം ഓഫ് സപ്ലൈ മീൻസ് ദി പോയിന്റ് ഇൻ ടൈം when goods have been deemed to be supplied or services have been deemed to be provided for determining when the taxpayer is liable to pay taxes. അപ്പോൾ എന്താണ് ടൈം ഓഫ് സപ്ലൈ ഫോർ GST എന്താണെന്ന് നമുക്ക് നോക്കാം. ടാക്സ് ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആണെങ്കിൽ ഏത് ടൈമിലാണോ എപ്പോഴാണോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന് സപ്ലൈ ചെയ്യുന്നത് എന്ന് പോയിന്റിൽ ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ എന്നുകൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് നോക്കാം. എന്താണെന്ന് നോക്കാം. ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഈസ് ദി ഏർലിയസ്റ്റ് ഓഫ്. ടൈം ഓഫ് സപ്ലൈയുടെ ടൈമിൽ സപ്ലൈ ഫോർ ഗുഡ്സിൻ്റെ കേസിൽ സപ്ലൈയുടെ ടൈം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റിനോ. സെക്കൻഡ് പോയിന്റ്, ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് ഷുഡ് ഹാവ് ബീൻ ഇഷ്യൂഡ്. എന്താന്ന് നോക്കാം. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിനോ. തേർഡ് പോയിന്റ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർ പേയ്മെൻറ്റ് കൊടുത്തതോ അല്ലെങ്കിൽ ഈ ഡേറ്റുകളിൽ ഏതാണ് ആദ്യം നടക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നതാണെന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് എന്നുകൊണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സിൽ സപ്ലൈയുടെ ടൈം എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റിനോ, അല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിനോ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത ഡേറ്റിനോ. ഈ 3 ഡേറ്റിൽ ഏതാണോ ആദ്യം നടക്കുന്ന ഡേറ്റ് അതാണ് എന്താ ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് എന്ന് പറയുക. നെക്സ്റ്റ്, ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസ് എന്താന്ന് നോക്കാം. സർവീസിൻ്റെ ബേസിൽ സപ്ലൈയുടെ ടൈം എങ്ങനെയാണെന്ന് നോക്കാം. The time of supply of service is the earliest of. First, date of issue of invoice. Second, date of receipt of advance or payment. Third, date of provisions of service. അപ്പോൾ എന്താണ് ഫസ്റ്റ് എന്താണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സിന് എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റോ. സെക്കൻഡ് പോയിന്റ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർ പേയ്മെൻറ്റ് എന്നാണോ റെസിപ്റ്റ് ചെയ്ത ഡേറ്റ്. തേർഡ് പോയിന്റ്, ഡേറ്റ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് സർവീസ് എന്നാണോ സർവീസിന് കൊടുത്ത ഡേറ്റ്. ഇതിൽ ആദ്യം നടന്നത് ഏതാണോ അതാണെന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാം. ഫസ്റ്റ് പോയിന്റ് എന്നാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. സെക്കൻഡ് പോയിന്റ് എന്നാണ് റെസിപ്റ്റ് ചെയ്ത ഡേറ്റ്.
തേർഡ് പോയിന്റ് എന്നാണ് സർവീസിനെ കൊടുത്തത്. ഇതിൽ ആദ്യം നടക്കുന്ന പ്രോസസ്സ് ഏതാണോ അതാണ് എന്ത് പറയുന്നത്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുക. നെക്സ്റ്റ്, പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ GST എന്താന്ന് നോക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ദി ലൊക്കേഷൻ ഓഫ് ദി സർവീസ് റിസിപ്റ്റ്. It determines whether a transaction is intra-state supply, interstate supply or on external trade. Place of supply under GSTയിൽ നമുക്ക് പറയാം എക്സ്റ്റേണൽ ട്രേഡാണ് എന്ന് പറഞ്ഞ് ഇൻട്രാസ്റ്റേറ്റുമാകാം ഇൻ്റർസ്റ്റേറ്റുമാകാം എന്ന് പറഞ്ഞാൽ ഉള്ളിലാകാം പുറമേ ആകാം എന്ത് സപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അവിടെ ലൊക്കേഷൻ്റെയാണ് സൂചിപ്പിക്കുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അവിടെ ലൊക്കേഷൻ എവിടെയാണോ അതിനെ സൂചിപ്പിക്കുന്നതിനാണ് ഇത് പറയുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST. ദ വാല്യൂ സപ്ലൈ ഫോർ എ കൺസിഡറേഷൻ ഈസ് ദി പ്രൈസ് ഓർ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദി customer to suppliers. It decided to taxable value of supply made and thus the amount of tax needed to be paid for it. എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ ഫോർ GST എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ അല്ലെ എത്ര പ്രൈസ് എന്ത് കൺസിഡറേഷനാണ് പെയ്ഡ് ചെയ്തത് ആ ഒരു ഗുഡ്സിനോ സർവീസിനോ സപ്ലൈ ചെയ്യാൻ വേണ്ടി കസ്റ്റമർ സപ്ലയറുടെ കയ്യിൽ നിന്ന് എത്രത്തോളം എമൗണ്ട് കളക്ട് ചെയ്തെന്ന് സൂചിപ്പിക്കുന്നതിനാണ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഫോർ GST എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഈ 3 കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻസ് ആണ്. ഇതിലേതെങ്കിലും ഒരു പോർഷൻസ് പാർട്ട് ചോദിക്കുന്നതാണ്. ഇതെല്ലാം മുഴുവൻ നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിച്ച് തീർത്തേക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു.